പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടുന്ന കുടുംബം. പന്തക്കുസ്ത തിരുനാൾ സഭയുടെ ജന്മദിനമാണ്. പേടിയുടെ തടവറയിൽ വാതിലുകൾ അടച്ചിട്ടിരുന്ന ശിഷ്യരുടെ ഇടയിലേക്ക് ഉത്ഥിതനായ ഈശോ കടന്നുവന്ന് നൽകിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. 1. ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക്. കുടുംബത്തിന്. ശിഷ്യന്മാർ വാതിലുകൾ അടച്ചിരുന്നത് ഭയം കൊണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളും ആശങ്കകളിലും അരക്ഷിതാവസ്ഥയിലും വാതിലുകൾ അടയ്ക്കുന്നു. ഈശോയുടെ ആദ്യത്തെ വാക്കുകൾ നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു. ഭയത്തിന്റെ സ്ഥാനത്ത് ദൈവീകമായ സമാധാനം നിറയ്ക്കാൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങൾ അന്യോന്യം സ്നേഹവും സമാധാനവും പങ്കുവെക്കുന്ന ഇടങ്ങളായി മാറണം. 2. പുതിയ ദൗത്യം. യുവജനങ്ങൾക്ക്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് ഈശോ ശിഷ്യരോട് പറയുന്നു. യുവജനങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശമാണ്. പന്തക്കുസ്ത ദിനത്തിൽ ശിഷ്യന്മാർക്ക് ലഭിച്ച അഗ്നി നിങ്ങളിലും ജ്വലിക്കണം. ക്രിസ്തുവിന്റെ സാക്ഷികളായി സത്യത്തിനും നീതിക്കും വേണ്ടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. 3. സ്നേഹത്തിന്റെ ശ്വാസം. കുട്ടികൾക്ക്. ഈശോ തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. ഇത് ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ശ്വാസമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു തിരുനാളം തെളിയിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ എപ്പോഴും സഹായിക്കും. ഉപസംഹാരം. പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം നൽകിക്കൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചത്. ക്ഷമയാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ അടയാളം. ഈ തിരുനാളിൽ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വിദ്വേഷങ്ങളും നീക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. നമുക്ക് ക്രിസ്തുവിന്റെ സമാധാനവാഹകരായി മാറാം.